നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭൂമിയിൽ ഒരു ജീവോൽപത്തിക്ക് വേണ്ടിയുള്ള നക്ഷത്ര സംഗമമാണ് പാണിഗ്രഹണമെന്ന് കേട്ടിട്ടുണ്ട്. ശാന്തി മുഹൂർത്തത്തിന് നക്ഷത്രങ്ങളും കാവൽ നിൽക്കുമെന്ന് സാരം. അപ്പോ ഈ ഒരു മാസത്തിനിടെ മുഹൂർത്തം ഇല്ലെന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ വധൂവരന്മാർക്ക് മാത്രമല്ല സത്യമേ, ജ്യോത്സ്യനും കൂടി കാവൽ നിന്നാലേ പറ്റൂ. എന്നാലേ മുഹൂർത്തം കുറിക്കാൻ പറ്റൂ. ഇതെന്താ ഇങ്ങനെ തിരുമേനി? തിരുമേനി ചായ കുടിക്കണം. എന്താ തിരുമേനി? രാഘവേട്ടൻ പറഞ്ഞതാണോ ശരി? എങ്കിൽ ഈ ആഴ്ച ഏതെങ്കിലും നല്ല മുഹൂർത്തം ഉണ്ടോന്ന് നോക്ക്. ഈ ആഴ്ച ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, നോക്കിക്കളയാ. തിരുമേനി ചായ കുടിച്ചില്ല. ഞാൻ കുടിച്ചു, തൃപ്തിയായിരിക്കണു. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. തിരുമേനി ചായ മൊത്തം കുടിക്കണം. അല്ല, പ്രശ്നങ്ങൾ കുറെ നോക്കാനുള്ളതല്ലേ അല്ലേ ഭാമേ? അതെ അതെ, ചായ കുടിക്കണം തിരുമേനി. സത്യമ പറഞ്ഞാൽ ഇവിടെ ആരും തള്ളാറില്ല. അല്ല, തിരുമേനി ഓരോ ദിവസം നോക്കുമ്പോഴും ചായ ഓരോ ഇറക്ക് കുടിച്ചാ മതി. അതെ അതെ, രണ്ടു കാര്യം ഒന്നിച്ച് നടക്കുമല്ലോ. അപ്പോ ഇനിയൊരു ചായ ആവാം. വേണ്ട വേണ്ട, സത്യമേ, ഈ ആഴ്ച ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ ദിവസമൊന്നും ഇല്ല. അല്ലെങ്കിൽ ഈ മാസം ഏതെങ്കിലും ഉണ്ടോ നോക്കി. ഈ മാസം ഒട്ടുമില്ല. ഒരു മാസത്തിനുള്ളിൽ ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ ഒരു ദിവസം പോലും ഇല്ലെന്നോ? ഇല്ല, ഞാൻ ഇറങ്ങുന്നു. അല്ല തിരുമേനി, തിരുമേനി അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? പോയേ പറ്റു സത്യാമ്മേ, അത്യാവശ്യം ചില കാര്യങ്ങൾ സാധിക്കാനുണ്ട്. തിരുമേനി, ഭൂമിയിൽ ഒരു ജീവോൽപത്തിക്ക് വേണ്ടിയുള്ള നക്ഷത്ര സംഗമമാണ് പാണിഗ്രഹണമെന്ന് കേട്ടിട്ടുണ്ട്. ശാന്തി മുഹൂർത്തത്തിന് നക്ഷത്രങ്ങളും കാവൽ നിൽക്കുമെന്ന് സാരം. അപ്പോ ഈ ഒരു മാസത്തിനിടെ മുഹൂർത്തം ഇല്ലെന്ന് പറഞ്ഞ നക്ഷത്രങ്ങൾ വധൂവരന്മാർക്ക് മാത്രമല്ല സത്യാമ്മേ, ജ്യോത്സ്യനും കൂടി കാവൽ നിന്നാലേ പറ്റൂ. എന്നാലേ മുഹൂർത്തം കുറിക്കാൻ പറ്റൂ. ഇതെന്താ ഇങ്ങനെ തിരുമേനി? ഇയാൾക്ക് ഇത് എന്തു പറ്റി? നക്ഷത്രങ്ങൾക്കൊക്കെ വിവരമുണ്ട് ഭാമേ. ചേരേണ്ടത് ചേർക്കാവൂന്നേ അവയ്ക്ക് പോലും അറിയാം. ആ വിവരമില്ലാത്ത നിനക്ക് മാത്രമാ. ഈ വിവരദോഷയൊക്കെ മുഹൂർത്തം കുറിക്കാൻ വിളിച്ചാൽ എന്നെ പറഞ്ഞാ മതി. അവന്റെ ഒരു ശാന്തി മുഹൂർത്തം. എത്ര സമയം, എത്ര കാലം ഇവിടെ കുടുങ്ങിക്കിടക്കണമെന്ന് എനിക്ക് അറിയില്ല. അതിനിടയിൽ എപ്പോ വേണമെങ്കിലും പിടി വീഴാം. ആ ഓർമ്മയാദ്യമാ ഓരോ നിമിഷവും. അതിന്റെ ഒരു പിടപ്പ് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്ന പോലെ.
അത് കുളിക്കാൻ കയറി പൂരി വെച്ചതാ. ദേ, അവിടെ പതിവുള്ളതല്ലോ, അതാ ഈ മറവി. അതേ മറവിയൊന്നും വേണ്ട, എപ്പോഴും ഓർമ്മ വേണം. എടോ, അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വിശ്വാസ. അമ്മയ്ക്കൊരു സംശയത്തിനൊന്നും ഇട കൊടുക്കണ്ട. അമ്മയ്ക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ടെന്നോ? എന്ത് സംശയം? അത് ശരിയാ, ഇതൊക്കെ ഈ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ, പ്രത്യേകിച്ചും താലിമാലയുടെ കാര്യം. ആ, പഴയ തലമുറയ്ക്ക് അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ? താലിമാല ഊരിവെക്കാൻ പാടില്ലെന്നാ. ഊരിവെച്ചാ പിന്നെ ഭർത്താവ് തന്നെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണം. ആര്? ഞാനോ? ഇപ്പോ ഇവിടെ വിഷ്ണുവേട്ടനല്ലേ ആ റോള്? ഞാൻ മാലയിട്ട് തരാനോ? അപ്പൊ അതൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇത് ഊരൊക്കെയായിരുന്നാ മതി. ഞാൻ മാല മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ വേണോന്നാ ഞാൻ പറഞ്ഞത്. നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. ശ്യാമയോ? എന്താ അവിടെ തന്നെ നിക്കണേ? ഇങ്ങോട്ട് വാ. എന്റെ അമ്മയെ ശ്യാമ വന്നത് അറിഞ്ഞതുപോലുമില്ല. വലുത് കേട്ട് കാണോ? എങ്കില് അവളുടെ നോട്ടത്തിലൊരു പന്തിയോടുണ്ടല്ലോ. നീ വന്നിട്ട് കുറച്ചേരായോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ആ ആ, നിങ്ങൾ താലിമാലയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. താലിമാല ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സത്യമ്മയ്ക്ക് സംശയം ഉണ്ടാവുമെന്നൊക്കെ. സംശയം? സംശയം എന്നല്ല, ദേഷ്യം 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 എന്നാ ഞാൻ പറഞ്ഞേ. അമ്മയ്ക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസമല്ലേ? ദേഷ്യമൊന്നല്ല, സംശയം തന്നെയാ വിഷ്ണുവേട്ടൻ പറഞ്ഞത്. ഞാൻ ശരിക്കും കേട്ടതാ. എടേ, അത് ചിലപ്പോ പറഞ്ഞപ്പോ മാറിപ്പോയതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അമ്മ എന്തിനപ്പോ ഞങ്ങളെ സംശയിക്കണേ അല്ലേ? നമ്മുടെ അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ആ, അതെല്ലോ. അത് പിന്നെ എന്തിനാ വിഷ്ണുവേട്ടാ കാർത്തികയുടെ കഴുത്തിൽ താലിമാല ഇട്ട് കൊടുക്കാൻ മടി? താലിമാല അതിപ്പോ എന്താ വെച്ചാലേ, എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് എപ്പോഴും ഇട്ട് കൊടുക്കണ്ടല്ലോ, ഊരി വെക്കുമ്പോ മാത്രം പോരെ? അത് വിഷ്ണുവേട്ടൻ എപ്പോഴും അതിനെ ബുദ്ധിമുട്ടിക്കണ്ട. പഴയ ജനറേഷന് ഇതൊക്കെ സെൻസിറ്റീവ് അല്ലേ, അവർക്ക് ഒരു മനപ്രയാസം ഉണ്ടാക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.